സുഹൃത്തുക്കളെ, കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലുള്ള മലരിക്കൽ ടൂറിസം വില്ലേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏക്കർ കണക്കോളം വ്യാപിച്ചു കിടക്കുന്ന ആമ്പൽ പൂക്കളുടെ സൗന്ദര്യം ഈ വില്ലേജിനെ ഒരു ടൂറിസം വില്ലേജായി മാറ്റിയിരിക്കുകയാണ്. ഈ കാഴ്ചകൾ കാണുന്നതിനായി നമ്മുടെ പ്രദേശമായ അടൂരിൽ നിന്നും രാവിലെ 6 മണിക്ക് തന്നെ നമ്മൾ പുറപ്പെട്ടു. ഇങ്ങനെ പന്തളം, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി ഒക്കെ കഴിഞ്ഞ് നമ്മൾ നാട്ടകത്ത് വെച്ച്, അതുപോലെ ഒരു നാട്ടകത്തു നിന്ന് കുമരകത്തേക്കുള്ള ഒരു ഷോർട്ട് കട്ടുണ്ട്. അതിനെ നമ്മൾ കയറി ഇങ്ങനെ ആ ഭാഗത്തുള്ള മനോഹരമായ കാഴ്ചകളും മറ്റും ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ യാത്ര ഇങ്ങനെ തിരുവാർപ്പ് പഞ്ചായത്തിലെ മലരിക്കൽ എന്ന ഗ്രാമത്തെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന വഴിക്ക് ധാരാളം കായൽ നിലങ്ങളും പിന്നതുപോലെ മറ്റ് പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്ന പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളും നമ്മുടെ യാത്രയെ മനോഹരമാക്കിക്കൊണ്ടേയിരുന്നു. കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് പഞ്ചായത്തിൽ ആമ്പൽ പൂക്കൾ തീർത്തിയിട്ടുള്ള ഈ പ്രകൃതിയുടെ അത്ഭുത പ്രതിഭാസം കാണാൻ അതിരാവിലെ തന്നെ 100 കണക്കിന് സഞ്ചാരികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കാഞ്ഞിരം ഓട്ടിയെട്ടിയും പിന്നിട്ട് നമ്മുടെ യാത്ര ഇങ്ങനെ മലരിക്കൽ ഭാഗത്തേക്ക് അടുക്കും തോറും വാഹനങ്ങളുടെ നീണ്ട നിരയും അതുപോലെ തന്നെ കായൽ നിലങ്ങളുടെ സൗന്ദര്യവും കൂടിക്കൂടി വന്നു. ഈ പോകുന്ന വഴിക്ക് ഉള്ള ജെട്ടിയോട് ചേർന്നുള്ള ഒരു മനോഹരമായ പാലമാണ് കാഞ്ഞിരം ജെട്ടി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ കഴിഞ്ഞ് ഇവിടെ നിന്നൊരു 1 കിലോമീറ്ററും കൂടെ പോകുമ്പോഴാണ് നമ്മുടെ മലരിക്കൽ ആമ്പൽ വസന്തം എന്ന കഥാനായകൻ്റെ നാട്ടിലെത്തിച്ചേരുന്നത്. ശരിക്കും ഈ ഏക്കർ കണക്കോളം ആരും കൃഷി ചെയ്യാതെ തന്നെ തന്നെത്താൻ വിരിഞ്ഞു നിൽക്കുന്ന ഈ വയലറ്റ് നിറത്തിലുള്ള ആമ്പൽ പൂക്കൾ നമ്മുടെ കണ്ണിനും മനസ്സിനും വിരുന്നൊഴുക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വാഹനം മുന്നോട്ട് പോകുന്തോറും ട്രാഫിക് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഒരു വലിയ വീതി കുറഞ്ഞ റോഡാണ്. പിന്നെ അതിന് അപ്പുറവും ഇപ്പുറവുമുള്ള വീട്ടുകാരൊക്കെ ഇങ്ങനെ പാർക്കിംഗ് സൗകര്യം നൽകുന്നുണ്ട്. അത് ചിലരൊക്കെ ഫീസ് ഈടാക്കുന്നുണ്ട്, ചിലർ ഈടാക്കുന്നില്ല. നമ്മൾ 50 രൂപ കൊടുത്താണ് ഇവിടെ ഒരു വീട്ടിൽ വാഹനം പാർക്ക് ചെയ്തിട്ട് ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ ഗതാഗതക്കുരുക്ക് കാരണം നമ്മുടെ വാഹനം കുറച്ചു നേരം ബ്ലോക്കായി. അങ്ങനെ പതുക്കെ നമ്മൾ ഈ ബ്ലോക്കൊക്കെ മാറി ഈ ആമ്പൽ വസന്തം തീർത്തിട്ടുള്ള ഈ സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ തന്നെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ആമ്പൽ പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് നടന്നു പോകുന്നതും വാഹനങ്ങൾ പോകുന്നതും എല്ലാം കാണാമായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ ആയിരിക്കും എന്നൊരു ജിജ്ഞാസയോടുകൂടി നമ്മുടെ യാത്രയും അവിടേക്ക് അടുത്തുകൊണ്ട് ഇരിക്കുന്തോറും ഒരു ഉത്സവത്തിൻ്റെ ആൾത്തിരക്കായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ആമ്പൽ വസന്തം കാണാനെത്തിയ സഞ്ചാരികളുടെ വാഹനങ്ങളുടെ കുത്തൊഴുക്കിലൂടെ നമ്മുടെ വാഹനവും മെല്ലെ മുന്നോട്ട് പോയി. നമുക്ക് ഭാഗ്യത്തിന് തൊട്ട് അടുത്ത് തന്നെ ഒരു വാഹനം എടുത്ത സ്ഥലത്ത് വണ്ടിയിടാൻ സ്ഥലം കിട്ടി. 50 രൂപ ആയിരുന്നു പാർക്കിംഗ് ഫീസ്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ വാഹനം അവിടെ സുരക്ഷിതമായി പാർക്ക് ചെയ്യുന്നതിനും അതുപോലെ
ശുചിമുറി സൗകര്യവും മറ്റും ഉപയോഗിക്കുന്നതിനും നമുക്ക് സാധിച്ചു. ഇവിടെ വരുന്നവർ ഒരു 6 മണിക്ക് എങ്കിലും എത്തുകയാണെങ്കിൽ മാത്രമേ നമുക്ക് വെയിലേൽക്കാതെ ഈ കാഴ്ചകളൊക്കെ മനോഹരമായി ആസ്വദിക്കുവാൻ കഴിയൂ. നമ്മൾ വന്നപ്പോൾ ഏതാണ്ട് 8:30 ആയപ്പോൾ നല്ല തിരക്കായിരുന്നു, അതുപോലെ തന്നെ നല്ല വെയിലുമുണ്ടായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 2-3 കിലോമീറ്ററോളം പാടശേഖരത്ത് ഇങ്ങനെ ആമ്പൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ പോകുമ്പോൾ ഈ ആദ്യം കാണുന്ന ഭാഗത്ത് ഇറങ്ങാൻ നിൽക്കണ്ട, നമുക്ക് അർത്ഥം പറ്റി. ഇവിടെ അല്ലായിരുന്നു, കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയായിരുന്നു കൂടുതൽ ആമ്പൽ പൂക്കൾ കാണാൻ കഴിഞ്ഞത്. ഇവിടെ നമ്മൾ ആദ്യം കാണുന്ന വഴിയിലെ ഭയങ്കര തിരക്ക്, അതുപോലെ തന്നെ വളരെ അത്രയും പൂക്കളൊന്നുമില്ല. പക്ഷേ കുറച്ച് അങ്ങോട്ട് മാറിപ്പോകുമ്പോൾ അതിവിശാലമായി കിടക്കുന്ന കാഴ്ചകളാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മൾ വാഹനം പാർക്ക് ചെയ്തിട്ട് മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇവിടെ കണ്ട ഒരു വള്ളത്തിൽ നമ്മൾ ഒരാൾക്ക് 100 രൂപ വെച്ച് 3 പേർക്ക് 300 രൂപ ചാർജ് കൊടുത്ത് ഒരു വള്ളത്തിൽ കയറി അദ്ദേഹം നമ്മളെ ഈ ആമ്പൽക്കൂട്ടങ്ങൾക്കിടയിലേക്ക് ഇങ്ങനെ വള്ളം തുഴഞ്ഞ് കൊണ്ടുപോയ കാഴ്ച, ആ അനുഭവം വർണ്ണനകൾക്ക് അതീതമായിരുന്നു. ഈ വള്ളത്തിൽ ഞങ്ങൾ 3 പേരും കൂടെ മുന്നോട്ട് കയറുമ്പോൾ മറ്റ് ധാരാളം വള്ളങ്ങളിൽ സഞ്ചാരികൾ ഇങ്ങനെ എത്തി ഈ ചെടികൾ, ആമ്പൽ ചെടികൾ ആസ്വദിക്കുന്നതും അതിൻ്റെ പൂ പറിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതും എല്ലാം കാണുമായിരുന്നു. അപ്പോൾ ഇവിടെ ഇതാരും സംരക്ഷിക്കുന്നതല്ല, കൃഷി ചെയ്യുന്ന പാടശേഖരമാണ്. കൃഷി കഴിയുമ്പോൾ ഒരു ജൂലൈ മാസം മുതൽ ഒക്ടോബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന തന്നെത്താൻ വളർന്നു വരുന്ന ആമ്പലുകളുടെ ഒരു മഹാശേഖരമാണ് ഈ കിലോമീറ്ററോളം ദൂരത്തിൽ ഏക്കർ കണക്കിന് ഈ പാടശേഖരത്ത് ഇങ്ങനെ പരന്നു കിടക്കുന്നത്. ഇവയെല്ലാം കൂടി ഒന്നായി കിടക്കുമ്പോഴുള്ള കാഴ്ച കണ്ണുകൾക്ക് അതിമനോഹരമായിരുന്നു. അപ്പം നമ്മുടെ ഈ വെള്ളം തൊരിയുന്ന ചേട്ടൻ വളരെ ഇവിടുത്തെ നല്ലൊരു പരിചയസമ്പത്തുള്ള ഒരു സീനിയർ സിറ്റിസനായിരുന്നു. അദ്ദേഹം നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അതുപോലെ അദ്ദേഹം നമ്മുടെ വള്ളം തൊഴിഞ്ഞുകൊണ്ട് നമ്മളെ ഈ ആമ്പൽ ചെടികൾക്ക് ഇടയിലേക്ക് കൊണ്ടുപോയി അവയെ തൊട്ട് തലോടി നമുക്ക് അത്യാവശ്യം നമ്മളും 3-4 പൂവൊക്കെ പറിച്ചെടുത്തു. ഇവിടെ പൂവൊന്നും പറിക്കരുതെന്നാരും പറയുന്നില്ല, എത്ര പറിച്ചാലും അടുത്ത ദിവസം ഇതിൻ്റെ ഇരട്ടയായിട്ട് തന്നെ പൂക്കൾ വിരിഞ്ഞു വരുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ ആമ്പൽ ചെടികൾക്ക് ഇടയിലൂടെ ചെറിയ വള്ളങ്ങളിലും തുഴഞ്ഞു പോകുന്ന വള്ളങ്ങളുണ്ട്, മോട്ടോർ ബോട്ടുകളുണ്ട്, ശിഖാര ബോട്ടുകളുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഈ വള്ളത്തിൽ നമുക്കിത് കയറി ജസ്റ്റ് ഒരു 10-20 മിനിറ്റ് നമ്മളെ ഇങ്ങനെ ഒന്ന് കറക്കി കൊണ്ട് തിരിച്ചു വരുന്നതിന് ഒരാൾക്ക് 100 രൂപ വെച്ചാണ് ഇവർ ചാർജ് ഈടാക്കുന്നത്. നമുക്കിവിടെ പോയി വള്ളത്തിലിരുന്നു കൊണ്ട് ഫോട്ടോ എടുക്കാം, പൂ പറിച്ച് രസിക്കാം. അങ്ങനെ ഈ ഏക്കർ കണക്കോളം കിടക്കുന്ന ഈ ആമ്പൽ ചെടിയുടെ വയലറ്റ് വസന്തം അത് മതിയാവോളം ഈ പ്രകൃതി രമണീയതയോടൊപ്പം തന്നെ നമുക്ക് ആസ്വദിക്കാം. ഞങ്ങളിങ്ങനെ ഈ കാഴ്ചകൾ കണ്ട് ഇവിടുത്തെ സഞ്ചാരികളുടെ കുത്തൊഴുക്ക് കണ്ട് ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. അതിമനോഹരമായ കാഴ്ചയായിരുന്നു, ഒന്നും പറയാനില്ല. പൊളിച്ച് തകർത്ത് നമ്മുടെ കോട്ടയം ജില്ലയ്ക്ക് ഒരു അഭിമാനമായി ഇവ എല്ലാ വർഷവും ഒരു 2-3 മാസം ഈ സീസൺ നടക്കുന്നുണ്ട്. ഈ നടക്കുന്ന സമയത്ത് ഇവിടുത്തെ പ്രദേശത്തെ ആൾക്കാർക്ക് ഇതൊരു ഉപജീവന മാർഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം വള്ളങ്ങൾ ഇതിനായി തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ഓരോ വള്ളവും 1000 രൂപ വെച്ച് തിരുവാർപ്പ് പഞ്ചായത്തിന് ലൈസൻസ് ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിന് തക്കിയ വരുമാനം രാവിലെ ഒരു 10 മണി വരെയൊക്കെ ഇവർക്ക് നല്ല വരുമാനമാണ്. പിന്നീട് വെയിൽ താഴ്ന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ നല്ല വെയിലുള്ള ഈ പാടശേഖരത്തിലേക്ക് വള്ളത്തിലിരുന്നു കൊണ്ട് നമുക്ക് ഇറങ്ങാൻ സാധിക്കൂ.
അപ്പോൾ നല്ല ഇതിൻ്റെ കാഴ്ചകൾ ശരിക്കും കാണണമെങ്കിൽ നമ്മളൊരു 6 മണിക്കൂടെങ്കിലും എത്തിച്ചേർന്നാൽ നമുക്കൊരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഇവിടെ വള്ളത്തിൽ കറങ്ങിയും അല്ലാതെ നടന്നും എല്ലാം ഈ ആമ്പൽച്ചെടിയുടെ കാഴ്ചകൾ നുകരാവുന്നതാണ്. നമ്മൾ പറയുന്ന പോലല്ല, ഇത് ഏക്കർ കണക്കോളം ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നത് കാണാൻ അതിമനോഹരമായ കാഴ്ചയായിരുന്നു. ഈ ചേട്ടനാണ് ഞങ്ങളുടെ സാരഥി. അദ്ദേഹം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. താതിനെന്തോ 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 തെയ്യന്താര, താതിനെന്തോ 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 തെയ്യന്താര, അർഗർഗ ചെമ്പർഗ പൊന്നരി മുത്തരി വെക്കെല്ലാം വാരിപ്പാകുന്നേ, കറിക്കരിഞ്ഞതും നെയ്യപ്പൻ ചുട്ടതും അയ്യപ്പൻ ചുട്ടതും നീ അറിഞ്ഞോടി, മലരിക്കലിലെ കറുത്ത പെണ്ണേ ആമ്പൽ പൂവേ. സമയം പോകുന്തോറും കാഴ്ചകളുടെ സൗന്ദര്യവും അതുപോലെ പ്രകൃതിയുടെ മനോഹാരിതയും നമ്മുടെ മനസ്സിനെ കീഴടക്കിക്കൊണ്ടേയിരുന്നു. മറ്റു വള്ളങ്ങളിലും സിക്കാര ബോട്ടുകളിലും മറ്റും സഞ്ചാരികൾ ഇതിനിടയിലൂടെ ഊളിയിട്ട് നീങ്ങുന്നത് കാണുവാൻ തന്നെ ഒരു ചന്തമായിരുന്നു. എവിടെ നോക്കിയാലും വയലറ്റ് വർണ്ണത്തിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ആമ്പൽ ചെടികൾ. ഇവിടെ ഈ ആമ്പൽ സവാരിക്ക് പുറമേ 1 മണിക്കൂർ നീളുന്ന കായൽ സവാരി 1000 രൂപ നിരക്കിലും 1.5 മണിക്കൂർ നീളുന്ന കായൽ സവാരി 1500 രൂപ നിരക്കിലും ലഭ്യമാണ്. നമ്മുടെ വാഹനം അവരുടെ കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്തിട്ട് നമ്മളെ അവർ ഈ ആമ്പൽ ചെടികൾക്കിടയിലൂടെ അങ്ങ് ഒരു 4-5 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഈ കായൽപ്പാടത്തിലൂടെ സഞ്ചരിപ്പിച്ച് ഇതിൻ്റെ ഈ കായലിൻ്റെ മൊത്തത്തിലുള്ള സൗന്ദര്യം നുകരുന്നതിനുള്ള സൗകര്യം ഈ ബോട്ടിങ്ങിലൂടെ ലഭ്യമാക്കുന്നതാണ്. അതും വളരെ കമനീയമായ ഒരു സംഭവമാണ്. ഈ മലരിക്കൽ ടൂറിസം വില്ലേജ് ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കുമരകത്തിന് ഒരു 5-6 കിലോമീറ്റർ അടുത്തായിട്ടാണ്. നമുക്ക് ഇതിന് ശേഷം ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുമരകം ബേർഡ് സാങ്ച്വറി ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്. അവിടെ കൂടെ പോയി അവിടുത്തെ കാഴ്ചകൾ കൂടി ആസ്വദിച്ച് അവിടെ നിന്ന് ഒരു കരിമീനൊക്കെ കൂട്ടി നല്ലൊരു ഭക്ഷണമൊക്കെ കഴിച്ച് തിരികെ മനസ്സ് നിറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോകാവുന്നതാണ്.
അപ്പോൾ നമ്മുടെ ആമ്പൽ കാഴ്ചകൾ അവസാനിക്കുന്നില്ല, ഇതിങ്ങനെ പരന്ന് കിടക്കുകയാണ്. നമ്മൾ ബോട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് ഇങ്ങനെ പിന്നീട് ഇതിന് ചുറ്റുമുള്ള നടപ്പാതയിലൂടെ നടന്നും ഇവിടുത്തെ കായൽ നിലത്തിൻ്റെ മനോഹര കാഴ്ചകൾ ആസ്വദിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ചുറ്റി നടക്കുമ്പോൾ ഇങ്ങനെ ഏക്കർ കണക്കോളം വിശാലമായി കിടക്കുന്ന ഈ പാടശേഖരങ്ങൾ, അതിന് പാടശേഖരത്തെ തൊട്ടു തഴുകി തലോടിപ്പോകുന്ന ഇളം കാറ്റും അതുപോലെ അതിന് മീതെ വർണ്ണച്ചായങ്ങൾ വരച്ചു നിൽക്കുന്ന മേഘങ്ങളും എല്ലാം നമ്മുടെ കണ്ണിന് ഇമ്പമേറുന്ന കാഴ്ചകളായിരുന്നു. ഈ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ഇനി അറ്റത്തൊരു അമ്പലമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ അവിടെ ഒരു തോടും ഒരു പാലവും അതുപോലെ തന്നെ അവിടെ അതിവിശാലമായിട്ടിങ്ങനെ പരന്നു കിടക്കുന്ന ആമ്പൽ പൂക്കളും ഉള്ളതായിട്ടൊരു ചേട്ടൻ വന്ന് പറഞ്ഞു. അതൊന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങറ്റത്തേക്ക് വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പം ശരിയാണ്, നമ്മൾ ആദ്യം കണ്ടതിനെക്കാട്ടിയും വളരെ ആമ്പൽ പൂക്കളുള്ള ഒരു സ്ഥലമാണ് ഈ അമ്പലത്തിൻ്റെ ഭാഗം. അപ്പോൾ വരികയാണെങ്കിൽ ആദ്യം ഈ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് വരികയാണ് നല്ലത്. ഇവിടെ നമുക്ക് തിരക്കില്ലാതെ ഈ ആമ്പൽപ്പാടത്തേക്ക് ഇറങ്ങി ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോകാം. പറഞ്ഞാലും തീരാത്തത്ര മനോഹാരിത തുളുമ്പുന്ന കാഴ്ചകളായതിനാൽ നമ്മൾ ഒന്നും വിടാൻ തയ്യാറായില്ല. കണ്ട കാഴ്ചകളെല്ലാം നമ്മുടെ കുഞ്ഞു ക്യാമറയിൽ ഒപ്പിയെടുത്തു നമ്മുടെ ട്രാവൽ വിഷൻ മീഡിയയുടെ പ്രേക്ഷകർക്കായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ നാടൻ വില്ലേജിൽ, ഈ മലരിക്കൽ ചെറുഗ്രാമത്തിൽ ഒരു ഉത്സവം തന്നെയാണ് ഈ സീസൺ അവസാനിക്കുന്നതിനും വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കാഴ്ചകൾ കണ്ടിട്ട് തിരികെ വാഹനത്തിൽ കയറി തിരികെ വരുമ്പോൾ ധാരാളം വാഹനങ്ങൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരുന്നു. അതിൽ ധാരാളം സഞ്ചാരികൾ ഈ കാഴ്ചകൾ ആസ്വദിക്കുവാൻ വേണ്ടി വന്നിറങ്ങിക്കൊണ്ടിരുന്നു. അവർക്ക് സൗകര്യമേകിക്കൊണ്ട് നാട്ടുകാർ ധാരാളം വള്ളങ്ങളും ചിക്കാര ബോട്ടുകളും മോട്ടോർ ബോട്ടുകളും എല്ലാം ഇവിടെ നമുക്കായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വരിക, എല്ലാം ആസ്വദിക്കുക, പോകുക. നമ്മുടെ ഒരു നാടിൻ്റെ ഒരു വിജയഗാഥയാണ്. നമ്മുടെ നാട്ടിൽ
ടൂറിസം കൊണ്ട് ധാരാളം പേർ, ധാരാളം നാട്ടിൻപുറത്തെ സാധാരണ ആൾക്കാർ ജീവിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഞാനിതിന് മനസ്സിലാക്കുന്നത്. അപ്പം നമുക്ക് വരുന്നവർക്ക് അത്യാവശ്യം വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ഇവിടെ ചെറിയ കടകളും മറ്റും തുറന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഉത്സവപ്പറമ്പിൽ ഒരു 3-4 മാസം ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു ജീവിതമാർഗമാണ്. ഒരു ഉത്സവ പറമ്പിൽ നമുക്ക് കിട്ടുന്ന എല്ലാ വൈബും നമുക്കിവിടെ ആസ്വദിക്കാം. ഒരു 6 മണിക്കെങ്കിലും വരണം. 6 മണി 7 മണി പിന്നീട് 9 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നല്ല വെയിലാണ്. കഴിവതും അതിനുശേഷം വരാതിരിക്കുക. വരുവാണെങ്കിൽ രാവിലെ എത്തിച്ചേരുക. ബാക്കി കാഴ്ചകൾ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ വാഹനം അവിടെ നിന്നും ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ ആ ചെറു റോഡിലൂടെ തിരികെ പോവുകയാണ്. ഇവിടെ നിന്ന് ഈ കുമരകത്തെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. കുമരകത്തെ കാഴ്ചകൾ ഒപ്പിയെടുത്ത ചെറു വീഡിയോ ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.